കൊച്ചി കോർപ്പറേഷനിലെ 17ാം ഡിവിഷനായ കലൂർ നോർത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലും പാർലമെന്ററി പാർട്ടിയിലും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് 17ാം ഡിവിഷൻ സാക്ഷിയാകുന്നത്. ഒരേ കളരിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞവർ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ മത്സരത്തിന് തീപാർ. കലൂർ നോർത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി TK അഷ്റഫ് നഗരത്തിലെ ലീഗിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ്. എന്നാൽ LDFന് വേണ്ടി മത്സരിക്കുന്നതോ PM ഹാരിസ്. ലീഗിന്റെ സംസ്ഥാന വർക്കിംഗ് സമിതിയിലും ദേശീയ സമിതിയിലും അംഗമായിരുന്നു PM ഹാരിസ്. അതായത് കലൂർ നോർത്തിൽ മത്സരം തീപാറും എന്നുറപ്പ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ TK അഷ്റഫ് ലീഗ് നേതൃത്വവുമായി തെറ്റി. ജയിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ TK അഷ്റഫ് കൽവത്തിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ജയിച്ചു. സ്വതന്ത്രൻ എന്ന നിലയിൽ ഇടതുമുന്നണിയെ പിന്തുണച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. ഉടൻ തന്നെ അഷ്റഫിനെ ലീഗിൽ നിന്നും പുറത്താക്കി. പാർട്ടിക്ക് പുറത്തായിരുന്നെങ്കിലും നേതൃത്വവുമായി അടുത്ത ബന്ധം അഷ്റഫ് നിലനിർത്തി. അത് ഉപകാരപ്പെടുകയും ചെയ്തു. 100% വിജയിക്കും. കാരണം ഈ പ്രദേശത്ത് വന്നപ്പോൾ 2 കൈയ്യുന്നൂറ്റിനടുത്ത സമൂഹം എന്നെ സ്വീകരിക്കുന്നത്. പിന്നെ എൻ്റെ പ്രവർത്തന പരിചയം, ഞാൻ 20 വർഷക്കാലം കൊച്ചി മുനിസിപ്പൽ കൗൺസിലറായിരുന്നുകൊണ്ട് എൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രദേശത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് മറ്റുള്ള ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയ അറിവ് ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ തൃപ്തരാണ്. കാരണം അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ വളരെ സ്വീകാര്യതയോടെ സ്വീകരിക്കുന്നത്. വിജയിക്കും. എന്നാൽ PM ഹാരിസ് ലീഗിലെത്തുന്നതിന് മുൻപ് NCPയിലായിരുന്നു. NCPയിൽ നിന്നും ലീഗിലേക്ക് എത്തിയ ഹാരിസ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവുമായി. NCPയിൽ പ്രവർത്തിച്ച സമയത്തുണ്ടായിരുന്ന ബന്ധമാണ് PM ഹാരിസിനെ ഇടതുപക്ഷത്തോട് അടുപ്പിച്ചത്. TK അഷ്റഫിനെ നേരിടാൻ PM ഹാരിസിനെ ഇറക്കാൻ CPMന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നമുക്ക് വലിയ ശുഭപ്രതീക്ഷയാണ്. അതിനകത്ത് മറ്റ് സ്ഥാനാർത്ഥി പശ്ചിമ കൊച്ചിയിലെ ഒരു ഡിവിഷനിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഇവിടെ ജനങ്ങൾ പരിചയപ്പെട്ട് വരുമ്പോഴേക്കും തന്നെ ആളുകൾക്കൊന്നും അറിയാത്ത ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാനിവിടെ വളരെ സുപരിചിതനാണ്. ഈ നാട്ടുകാർ എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ കൂടെയുള്ള നാട്ടുകാരാണ്. പിന്നെ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലാവരും തന്നെ എൻ്റെ കൂടെയുണ്ട്. ഒരു വീട്ടിൽ പോയാലും എന്നെ അറിയാത്ത ആളുകളില്ല. ഞാനിവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോഴെന്ന് കോവിഡിൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ കൗൺസിലറായിരുന്ന കാലത്ത് അന്ന് പോലും വളരെ ഭംഗിയായി ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു. നിലവിൽ CPMന്റെ കലൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് PM ഹാരിസ്. വിജയമുറപ്പാക്കാൻ ഇരു സ്ഥാനാർത്ഥികളും പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.